ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ശിവരാത്രി മണപ്പുറം കാഴ്ചകളിലേക്ക് സ്വാഗതം. പോകുന്ന വഴിയിൽ ഒരു ഡിഫൻഡർ കണ്ടു. പിന്നെ ആ ഒരു മുതലിനെ കുറച്ചു നേരം അങ്ങോട്ട് നോക്കിയിരുന്നു. ശേഷം ഞങ്ങൾ വീണ്ടും നടക്കാനായിട്ട് ആരംഭിച്ചു. ശിവരാത്രി ഇന്നലെ ആയിരുന്നു. 27-ാം തീയതിയാണ് ഞങ്ങൾ ഈ ഒരു യാത്ര നടത്തിയത്. അതും നമ്മുടെ ആലുവ മണപ്പുറത്തേക്ക്. ഏകദേശം 7-7:30 മണിയായിട്ടുണ്ട്. തിരക്ക് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഇത്രയും എൻജോയ് ചെയ്തിട്ട് ഞാൻ ശിവരാത്രി മണപ്പുറത്ത് പോയിട്ടുള്ളത് ആദ്യമായിട്ടാണ് ട്ടാ. കാരണം അത്രയും സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് എല്ലാ സജ്ജീകരണങ്ങളും ഇപ്രാവശ്യം ഒരുക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ റാപ്പാലത്തിന്റെ മുകളിൽ നിന്ന് ഇപ്പൊ ശിവരാത്രി മണപ്പുറം കാണാനുള്ള വ്യൂ നോക്കിയേ, അടിപൊളിയല്ലേ? ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഞാനും അനിയനും കൂടിയാണ് ശിവരാത്രി മണപ്പുറം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവൻ ആദ്യമായിട്ടാണ് ശിവരാത്രി മണപ്പുറം കാണാനായിട്ട് വരുന്നത്. ഇപ്രാവശ്യത്തെ ഈ ഒരു പോക്ക് എന്തായാലും മുതലായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന വിഷ്വലുകളിൽ നിന്ന് മനസ്സിലാവും. ഇപ്പോൾ ദേ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിന് ചുറ്റും ഒരുപാട് കച്ചവടക്കാരുണ്ട്, പലതരത്തിലുള്ള കച്ചവടങ്ങൾ. ഭഗവാനെ ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ച ശേഷം കാഴ്ചകളിലേക്ക് തന്നെ പോവുകയാണ്. പ്രതീക്ഷിച്ച അത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതോ എനിക്ക് തോന്നിയതാണോന്ന് അറിയില്ല. അങ്ങനെ അമ്പലത്തിന് ചുറ്റും ചുമ്മാ അങ്ങനെ കറങ്ങി നടന്നു, എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് കിട്ടുമെന്ന് അറിയാനായിട്ട്. അവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ കാണുന്ന പോലെ തന്നെ ഒരുപാട് കച്ചവടങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം ഞങ്ങൾ ഈ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് മാറിയിട്ട് മെയിൻ എൻട്രൻസിലേക്ക് ഇപ്പോൾ കടക്കാനായിട്ട് നിൽക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കച്ചവടങ്ങൾ ഇവിടെ തന്നെ കാണാനായിട്ട് നമുക്ക് പറ്റും. എല്ലാവരും ഓരോരോ കാഴ്ചകൾ കാണുന്ന തിരക്കിലും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന തിരക്കിലൊക്കെയാണ്. ഇതൊക്കെ ക്യാമറയിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ നടപ്പ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നല്ല പൊടി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് മാസ്ക് ഒക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നത്. അവിടെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഇച്ചിരി പൊടി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലായിടത്തും താഴെ കാർപ്പറ്റും മറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊടിയുടെ ശല്യം നന്നേ കുറവാണ്. ദേ ഇവിടെ നിന്നാണ് മെയിൻ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോ സ്റ്റാളുകളും ഭയങ്കര സെറ്റപ്പായിട്ട്, അത് ഓരോരോ സ്റ്റാളുകളുടെ അടുത്തായിട്ടും ഫയർ എക്സ്റ്റിങ്ക്വിഷർ അങ്ങനെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം തന്നെ അടിപൊളിയായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ശിവരാത്രി മണപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടുക്കും ചിട്ടയൊന്നും ഇല്ലാതെയായിരുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അതായത് അടുത്തടുത്തായിട്ട് ഒരുപാട് കടകൾ തിങ്ങി ഞെരുങ്ങിയിട്ട് നടക്കേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നല്ല വിശാലമായിട്ടുള്ള ഒരു എക്സിബിഷൻ തന്നെയാണ് ഇവിടെ നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ, ഏതെടുത്താലും 30 രൂപ മാത്രം. അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ഞാൻ കണ്ടത്. നമ്മുടെ യന്ത്രൂഞ്ഞാല നിൽക്കണം നിപ്പ് നോക്കിയേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ LED ഒക്കെ വെച്ചിട്ടുള്ള യന്ത്രൂഞ്ഞാല് കാണുന്നത് കേട്ടോ. അതും 2 എണ്ണം ഉണ്ട്. ബജിക്കട നോക്കിയേ, അടിപൊളിയല്ലേ? ഒരുപാട് ഫാൻസി ഷോപ്പുകളും മറ്റുമൊക്കെ അവിടെ തന്നെയുണ്ട്. ഈ ഒരു സ്റ്റാളിൽ പല തരത്തിലുള്ള ഡിഷുകളും വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും കടകളും കാഴ്ചകളും മാത്രമാണ്. നടന്നു വലയുമ്പോൾ ദാഹമകറ്റാനായിട്ട് കൂൾ ഡ്രിങ്ക്സിന്റെ ഷോപ്പുകൾ അടുത്തടുത്തായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഈ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പകർത്താനായിട്ട് നല്ല ചമ്മലും അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ എന്ത് വിചാരിക്കും എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകളും ഫാമിലിയായിട്ട് വന്നവരും എല്ലാവരും തന്നെ ക്യാമറയിൽ ഇതൊക്കെ പകർത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് മടിയൊന്നും തോന്നിയില്ല. ഞാൻ നേരെ ആ ഒരു യന്ത്രൂഞ്ഞാല് കാണാനാണ് ആദ്യം പോയത്. അടിപൊളിയല്ലേ? ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞില്ലേ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ LED ഒക്കെ ഇട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കുട്ടികളുടെ മെയിൻ ഏരിയയിലേക്കാണ്. അവിടെ പലതരത്തിലുള്ള റൈഡുകളും നമുക്ക് കാണാനായിട്ട് പറ്റും. കുട്ടികൾക്കുള്ളതും മുതിർന്നവർക്കുള്ളതും പിന്നെ അങ്ങ് തലയ്ക്കായിട്ടാണ് മരണക്കിണറുള്ളത്. അതെന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. നമ്മൾ വരുമ്പോൾ ആലുവ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ 2 ജയന്റ് വീലും അടുത്തായിട്ട് കാണാം കേട്ടോ. പക്ഷേ ഇപ്പോൾ അടുത്ത് വന്നപ്പോഴല്ലേ മനസ്സിലായത് രണ്ടും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ചധികം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മറ്റേ വീലിൻ്റെ അടുത്ത് എത്താനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ ആലുവ ശിവരാത്രി മണപ്പുറത്തേക്ക് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6:30-ക്ക് ശേഷം മാത്രം വരിക. കാരണം ഇതൊക്കെ രാത്രിയിൽ കണ്ടിട്ടേ കാര്യമുള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരുപാട് റൈഡുകളും മറ്റ് മനസ്സിന് കുളിർമേകുന്ന കാഴ്ചകളും ഇവിടെ ധാരാളമുണ്ട്. അത് ഇപ്രാവശ്യം വന്നത് എന്തായാലും മുതലായെന്നേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ശിവരാത്രി ദിവസം 26-ാം തീയതി ആയിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇന്ന് 27, ഒരു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ടേക്ക് ചിലപ്പോൾ തിരക്കുകൾ കൂടിക്കൂടി വരും. കാരണം അത്രയും മനോഹരമായിട്ടാണ് ഓരോ വർക്കും അവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ നടന്ന് അങ്ങേ തറ്റത്തെത്തിയിട്ടുണ്ട്. അങ്ങ് ദൂരമായിട്ട് കാണുന്നതാണ് നമ്മുടെ മരണക്കിണർ. 2 ജയന്റ് വീലും കാണാനായിട്ട് ഒന്നിനൊന്ന് മെച്ചമാണ്. അതിൻ്റെ വർക്ക് നോക്കിയേ, ആ LED ലൈറ്റിൻ്റെ ഒക്കെ ഭംഗി നോക്കിയേ. ദേ ഇതാണ് നമ്മുടെ മരണക്കിണർ. അതിനും ദേ LED ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫുൾ ടൈം അനൗൺസ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരെയും അങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ദേ ഇവിടെയായിട്ട് വലിയൊരു ഗൊറില്ലയുണ്ട്. അതിൻ്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്.
അതൊക്കെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് മരണക്കിണറിൽ കയറണോ കയറണ്ടയോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അടുത്തായിട്ട് തന്നെ ഗുണ കേവ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരം എക്സിബിഷൻ നടക്കുന്ന ആ ഒരു ടൈമിൽ അവിടുത്തെ ഗുണ കേവിൽ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്കത് വലിയ മെച്ചമായിട്ടൊന്നും തോന്നിയില്ല. ഇവിടുത്തെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കയറിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഗുണ കേവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടോ, തമിഴിലൊക്കെ. ഒരു കൊടൈക്കനാൽ ടച്ച്. എന്താല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഗുഹയിലേക്ക് കയറുന്ന ആ ഒരു എൻട്രൻസിന്റെ മുകളിലായിട്ട് തന്നെ ഒരു വലിയ വവ്വാലിരിക്കുന്ന നോക്കിയേ. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ഗോസ്റ്റ് ഹൗസിലേക്കാണ്. ഒരുപാട് പ്രേതങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല കിടിലൻ ഷോ ആയിരിക്കും. ഞാൻ എന്തായാലും കയറിയില്ല. ഇത് നോക്കിയേ, ഇതെന്ത് റൈഡാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കിടിലനാണ് ട്ടാ. നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്കൊക്കെ ഈ ഒരു സാധനം ഉയർന്നു പൊങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. തണ്ണിമത്തൻ ജ്യൂസ്, കുലുക്കി സർബത്ത്, ഐസ്ക്രീമുകൾ, നന്നാരി സർബത്ത്, അങ്ങനെ പലതരത്തിലുള്ള ആയുർവേദിക് ഷോപ്പുകൾ എല്ലാം തന്നെ ഇതിന് ചുറ്റിലുമായിട്ടും ഉണ്ട്. ഇങ്ങോട്ടേക്ക് കുട്ടികളായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് ഓരോ റൈഡുകളും അവിടെ കാണാനായിട്ട് എനിക്ക് പറ്റിയിട്ടുള്ളത്. ഇനി റൈഡുകളിൽ കയറാൻ മടിയുള്ളവരുണ്ടായിരിക്കും, ന്യൂജനായിട്ടുള്ള ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്കായിട്ട് VR ഷോ ഉണ്ട്. ഈ സ്റ്റാളുകളിൽ കച്ചവടങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്റ്റാർട്ടപ്പിനെ പറ്റിയിട്ടുള്ള ആശയങ്ങളും പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഹെൽത്ത് കണ്ടീഷൻ എന്തെങ്കിലും മോശമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആംബുലൻസ് സൗകര്യം, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, പോലീസുകാർ, അവരുടെയൊക്കെ സേവനം അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവിടെ തന്നെ പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് പട്രോളിങ്ങും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് വരുമ്പോൾ ആരും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അത്രയും സജ്ജീകരണങ്ങൾ ഇപ്രാവശ്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഗെയിമിംഗ് സെക്ഷനിലുള്ള തിരക്ക് നോക്കിയേ, പലതരത്തിലുള്ള ഗെയിമുണ്ട്. ഫാമിലി ഗെയിം എന്നാണ് ആ ഒരു ഷോപ്പിൻ്റെ പേര് തന്നെ കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ കുറച്ചു നേരം ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പിന്നീട് അങ്ങോട്ട് പോയപ്പോഴാണ് നമ്മുടെയൊക്കെ ഹെൽത്ത് ചെക്ക് ചെയ്യുന്ന, അതായത് BMI, നമ്മുടെ വെയിറ്റും ഹൈറ്റും അനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എന്നറിയുന്ന ഒരു ഉപകരണം. ഇതിന് ഏകദേശം 40 രൂപയാണ് അവർ ഈടാക്കുന്നത്. അതിനുശേഷം നമുക്ക് അപ്പം തന്നെ നമ്മുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്നുള്ള റിസൾട്ടും മറ്റൊക്കെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഇത് നോക്കിയേ, താരം മാറാനുള്ള മരുന്നുകളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ ഷോപ്പ്. അതിനുശേഷം ഇപ്പോൾ മൊബൈൽ ഷോപ്പുകൾ, അവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല ഓഫറും മറ്റുമൊക്കെ ഉണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ സോളാർ വെക്കുന്നതിനായിട്ടുള്ള ഒരു സംരംഭത്തിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ ഷോപ്പ്. അതിനുശേഷം വീണ്ടും നമ്മൾ ഗെയിമിംഗ് സെക്ഷനിലേക്ക് ചെല്ലുകയാണ്. ഞാനിപ്പോൾ ഈ എടുത്ത ഫൂട്ടേജിൽ ഒരുപാട് ഷോപ്പുകൾ കാണിച്ചിട്ടില്ല കേട്ടോ. ഇത് വീഡിയോ ഷൂട്ട് ചെയ്യും മറ്റുള്ളവർക്ക് ഉപദ്രവമായി ഇല്ലാത്ത രീതിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ചിലതൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കൈനോട്ടക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതിനടുത്തായിട്ട് ഓരോരുത്തർ അവരവരുടെ ഭാവിയും ഭൂതമൊക്കെ അറിയുന്നുണ്ട്. ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിലേക്ക് തന്നെ തിരിച്ചു നടക്കാനായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇനി അധികം സ്റ്റാളുകളൊന്നും തന്നെ ഞങ്ങൾക്ക് കാണാനില്ല. ഈ ഒരു ഷോപ്പ് കണ്ടോ, മുളക് ബജി മുതൽ ഒരുപാട് ഡിഷുകൾ അവിടെയുണ്ട്. ആദ്യം നമ്മൾ ടോക്കൺ എടുത്തതിന് ശേഷം മാത്രമാണ് അവിടെ നമുക്ക് ഫുഡ് കിട്ടുകയുള്ളൂ. ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ ഇപ്രാവശ്യം, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തുള്ള കാഴ്ചകൾ മൊത്തം കണ്ടതിന് ശേഷം ഇപ്പോൾ ആ ഒരു വലിയ കവാടത്തിനോട് യാത്ര പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ ഒരു അമ്പലത്തിൻ്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ചെറുതായിട്ട് പൊടിയുണ്ട് കേട്ടോ. എന്നാലും അവരവിടെയൊക്കെ വെള്ളം നനച്ചിട്ടുകൊണ്ട് അത്ര വലിയ ശല്യമൊന്നും പൊടിയുടെ ഭാഗത്തൊന്നും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര കളർഫുള്ളായിരുന്നു. ആ ബലൂണൊക്കെ കണ്ടോ, അതുപോലെ തന്നെയായിരുന്നു പലതരം കച്ചവടങ്ങൾ. പൊരിക്കച്ചവടം, അതുപോലെ തന്നെ പഴയ കാലത്തെ റാന്തലുകൾ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, പലതരം ഫ്ലേവറുള്ള സോഡകൾ, നമ്മുടെ പ്രധാന ഐറ്റമായിട്ടുള്ള കോഴിക്കോടൻ ഹൽവ. എനിക്ക് ഏറ്റവും ഇഷ്ടം മഞ്ഞ ഹലുവയാണ് ട്ടാ. നിങ്ങൾക്കോ? ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു സാധനത്തിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് ഊട്ടിയിൽ ചെറുപ്പത്തിൽ പോയപ്പോൾ ഈ സൂയിസൈഡ് പോയിന്റിൻ്റെ അവിടെ വെച്ചിട്ടെങ്ങാണ്ട് ഇങ്ങനത്തെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏകദേശം ഒരു സ്മെല്ല് ഇതിനുണ്ട്. വീണ്ടും ഞങ്ങളിപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടുത്തെ കച്ചവടങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്, അവിടുത്തെ കുറച്ച് ഫൂട്ടേജൊക്കെ എടുക്കാനായിട്ട്. പലതരത്തിലുള്ള മാലകളും മറ്റുമൊക്കെ ഉണ്ട്. കൃഷ്ണന്മാരിയ്ക്കുന്നത് നോക്കിയേ, എന്തോരം കൃഷ്ണന്മാരാ നോക്കിയേ, അടിപൊളിയല്ലേ. ഇത് നോക്കിയേ, ഒരമ്മ പലതരം കടലകളാണ് വിൽക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ കൂട്ടിന് ഇഷ്ടം പോലെ കൃഷ്ണന്മാരുണ്ട്. പാനിപൂരി ഇഷ്ടപ്പെടുന്നവരാരൊക്കെയുണ്ട്? സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്, പിന്നെ അതോടുകൂടി നിർത്തിയതാണ്. അങ്ങനെ ഞാനും അനിയനും കൂടി തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ കാഴ്ചകൾ കണ്ടു തീരുന്നേയില്ല. എങ്ങ് നോക്കിയിട്ടുണ്ടെങ്കിലും അടിപൊളി കാഴ്ചകളാണ്. പലതരത്തിലുള്ള കച്ചവട സാമഗ്രികളും ഒക്കെ കാണാൻ പറ്റി. നോക്കിയേ, ഒരുപാട് കുങ്കുമങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത്. അങ്ങനെ കൈലാസനാഥനോട് യാത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. ഈ ഒരു പുഴയുടെ സൈഡിലേക്ക് ഒരുപാട് കച്ചവടങ്ങളുണ്ട് കേട്ടോ, പലതരത്തിലുള്ള കച്ചവടങ്ങൾ. നമ്മുടെ ആ കുമ്മിള വിടണ പരിപാടിയില്ലേ, അതിൻ്റെ ഒരു ഷോട്ട് എടുക്കാനായിട്ട് ഞാനൊരു മൂലയ്ക്ക് പോയി നിൽക്കുകയാണ്. പക്ഷേ സമയത്തിന് കിട്ടിയില്ല. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്നും തിരിക്കുകയാണ്. ഇപ്പോൾ പോകുന്ന വഴിയിലായിട്ട് പലതരം കച്ചവടങ്ങളുണ്ട്. മയിൽപ്പീലി വിൽക്കുന്നവരുണ്ട്,
ദേ പലതരത്തിലുള്ള മണികൾ വിൽക്കുന്നവരുണ്ട്. മറ്റൊരു സ്ഥലത്ത് പോയപ്പോൾ ആ കുമിളകൾ പോകുന്നത് കറക്റ്റ് കിട്ടിയിട്ടാ. നോക്കിയേ എന്തു ഭംഗിയാണ് നോക്കിയേ. അവിടെ മൊത്തം അതിങ്ങനെ പാറി പറന്ന് നടക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമില്ലേ. കാമുകിമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ സാധനം ഞാൻ കാണിച്ചു തരാം. നീ നോക്കി, എവിടെയും കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ഐറ്റം. പിന്നെ നമ്മൾ കണ്ടു പഴകിയിട്ടുള്ള ഒരുപാട് പൂരത്തിന് കണ്ടിട്ടുള്ള പലതരം കാഴ്ചകൾ. ആലുവ പാലത്തിന്റെ മുകളിലായിട്ടൊക്കെ LED ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ദൂരെ നിന്ന് കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബലിതർപ്പണം നടത്തുന്ന ആ ഒരു സ്ഥലത്താണ്. എന്തായാലും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ എനിക്കും അനിയനും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടിയാണ്, രാത്രിയിൽ ആ ഒരു പുഴയുടെ ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച നോക്കിയേ. അങ്ങ് അകലെയായിട്ട് ആ ഒരു ജയൻറ്റ് വീലും നമുക്ക് കാണാനായിട്ട് പറ്റും, 2 എണ്ണം. ഇപ്പം നമ്മൾ ഈ ഒരു റോഡ് സൈഡിലേക്ക് പോകുന്ന ആ ഒരു റാപ്പാലത്തിലാണെന്നുണ്ടെങ്കിലും വലിയ തിരക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആസ്വദിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞങ്ങളൊരു ഐസ്ക്രീം കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന്, അനിയനാണെന്നുണ്ടെങ്കിൽ സ്ട്രോബെറിയും ഞാനൊരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീമും വാങ്ങി. എന്നിട്ട് അതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുമ്പോൾ ദേ ഇത് കണ്ടോ, ഒരു പ്രത്യേക തരം ടോയ്. അടിപൊളിയല്ലേ. പെട്ടെന്ന് കാണുമ്പോൾ പാമ്പാന്ന് വിചാരിക്കും. ചക്ക മുതൽ ചീര വരെ ഉണ്ട് അവിടെ കച്ചവടത്തിന്. ഒരു കൂട്ടം കരിമ്പ് ഇരിക്കണം നോക്കിയേ. പണ്ട് നമ്മൾ തുഞ്ചൻ പറമ്പിലൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ കരിമ്പൊക്കെ കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരിക. ഇപ്പം നമ്മൾ തൊട്ടടുത്തുള്ള ആ ഒരു പാലസ് റോഡില്ലേ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ പൊരിക്കടികളും അലുവ കച്ചവടവും കാര്യങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര കളർഫുള്ളാണ്. ഒരു വീട്ടിലേക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ആലുവ ശിവരാത്രി മണപ്പുറത്തുനിന്ന് പോയിട്ടുണ്ടെങ്കിൽ വാങ്ങാനായിട്ട് പറ്റും. എല്ലാവർക്കും മണപ്പുറം കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.